സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൽ നമുക്കറിയാം എക്സാമിന് 30 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. നിങ്ങൾ ഏത് കാറ്റഗറി എടുത്താലും കാറ്റഗറി 1, 2, 3, 4 എല്ലാത്തിലും 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ആ 30 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്തായാലും നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ 25+ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബേസിക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 30 തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പത്തിലായിരിക്കും ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ കാറ്റഗറിയിൽ നിന്ന് പറയാൻ കാരണം നിങ്ങൾ കാറ്റഗറി 3 അതുപോലെ 4 അതിൽ ചെറിയൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. 3ഉം 4ഉം ആണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂ. അത് ഇംഗ്ലീഷ് ഓർ മലയാളം ആയിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ അതിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ പറയുന്നത് നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പാരഗ്രാഫ് ഇപ്പോഴും എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്, എക്സാം ഹോളിൽ പോയി എന്തായാലും വേറെ അല്ലേ വരുവാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സെയിം പാരഗ്രാഫ് അവിടെ വരും എന്നുള്ളതുകൊണ്ടല്ല നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു പേര് തന്നാൽ അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചിട്ട് ഒരു സെർട്ടൺ ടൈമിനുള്ളിൽ, ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റണം. അങ്ങനെ നിങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേരയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ നേരിട്ട് എക്സാം ഹോളിലേക്ക് പോയിട്ട് അവിടെ പാരഗ്രാഫും അതിന്റെ ക്വസ്റ്റ്യനും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സമയം പോകും അത് വായിച്ചിട്ട്. അപ്പോൾ അതിനെയും കൂടി ഒന്ന് ഫെമിലിയർ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പോൾ പാരഗ്രാഫിലേക്ക് വരുന്നതിന് മുന്നേ, പാസേജ് വായിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, നിങ്ങളോട് അന്നേ പറഞ്ഞാണ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് മാത്രം പാരയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ അതാണ് എളുപ്പം ചെയ്യുക. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബി ഹമ്മിങ് ബേർഡ്സ് ഈസ് നോട്ട് ട്രൂ? ഓക്കെ, ഹമ്മിങ് ബേർഡുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്താണ് ശരിയല്ലാത്തത് അല്ലേ? ബി ഹമ്മിങ് ബേർഡ് eggs are smaller than peas. Bee hummingbird use cobwebs to make their homes. Bee hummingbirds are the smallest birds in the world. And last ഇവിടെ തന്നിരിക്കുന്നത്, bee hummingbirds do not grow larger than peas. അടുത്തത്, what is unique in the flight of hummingbirds? They can fly faster than any other bird. They can fly longer than any other bird. They can fly forward and backward. And option D, they can only fly for a few seconds at a time. എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which best defines the word hover is used in paragraph 2? നോക്കാം. To stay in one spot in the air, to clean an area thoroughly, an animal that has hooves, and option D, to move your wings very fast. അടുത്ത ക്വസ്റ്റ്യൻ, why do flowers need pollen? നോക്കാം. Flowers eat pollen. Pollen attracts hummingbirds. Hummingbirds eat pollen. And option D, flowers pollen to make seeds. Okay, next question, to provide the practice of stress, rhythm and intonation, the classroom practices given is options: silent reading, extensive reading, reading aloud, and option D, intensive reading. Next, hummingbirds eat by dash: drinking nectar through their beaks like a straw, chewing up flower petals with their beaks, using their heads and bills to eat pollen, and option D, lapping up nectar with their tongues. Next, how do hummingbirds get their name? Okay, question answer options നോക്കാം. They are very light. They sing when they fly. Their wings make a humming sound. And option D, their song sounds like a humming. അങ്ങനെ 4 ഓപ്ഷൻസ് നമ്മൾ വായിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, hummingbirds are helpful to flowers. How? They drink nectar. They eat pollen. They bring pollen from one flower to the next. And option D, they plant seeds. Next question, according to which does the bee hummingbird use to make nest? ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് പാർക്ക്, കോണറിക്, പിന്നെ സ്ട്രോ ആൻഡ് സ്റ്റിക്സ് എന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് ദി hummingbirds? Hummingbirds move fast. Hummingbirds are lots of energy and eat often. Hummingbirds eat pollen. And option D, hummingbirds drink their own weight in nectar every day. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹമ്മിംഗ്ബേർഡ്സിന്റെ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പാസേജ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഈ പറഞ്ഞ പാരഗ്രാഫ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും പറ്റും. നോക്കാം.
അതിന് നമ്മൾ പാരഗ്രാഫ് വായിക്കാൻ പോവാണ്. ശരിക്കും നോക്കണം. നിങ്ങൾ ഞാൻ വായിക്കുന്നില്ലെങ്കിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന പാരയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ്. Have you ever heard the sound of a hummingbird? They make a buzzing noise when they fly. They make this noise because they beat their wings so fast. They beat their wings up to 80 times a second. That's why we call them hummingbirds. Hummingbirds fly in a unique way. They move their wings so fast that they can hover. This means that they can stay in one spot in the middle of the air. Sometimes they fly or hover upside down. They are the only birds that fly backwards. Hummingbirdsനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Next, hummingbirds are small. One type called the bee hummingbird is the smallest bird in the world. Bee hummingbirds weigh less than a penny and are a little bit bigger than bees. They use cobwebs and bits of bark to make their homes. Their homes are only an inch around. Hummingbirds move fast. It takes lots of energy to move as fast as they do. This means that they need to eat a lot of food. Their favorite food is nectar, a sweet liquid inside of some flowers. They drink more than their own weight in nectar daily. They have to visit hundreds of flowers to get enough nectar to live. Hummingbirds don't use their long beaks like straws. They use their tongues for eating. They flick their tongues in and out of their mouths while inside of flowers. The lap up nectar. Flowers give them the energy that they need. Next, hummingbirds help flowers too. They get pollen on their heads and bills when they feed. Flowers use pollen to make seeds. Hummingbirds help pollen get from one flower to the next. This helps flowers make more seeds. More seeds mean more flowers. More flowers means more food for hummingbirds. ഓക്കെ, ഇത് ഹമ്മിംഗ് ബന്ധപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റത്തവണ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹമ്മിംഗ് ബേർഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിലിപ്പോൾ വായിച്ച പോലെ തന്നെ നേരത്തെയുള്ള കുറച്ച് ക്വസ്റ്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇങ്ങനെയാണ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഹമ്മിംഗ് ബേർഡ്സ് ഈസ് നോട്ട് ട്രൂ? ഹമ്മിംഗ് ബേർഡ്സുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ നോക്കിയേ, ബി ഹമ്മിംഗ് ബേർഡ് എഗ്സ് ആർ സ്മോളർ ദാൻ പീസ്. നെക്സ്റ്റ്, ബി ഹമ്മിംഗ് ബേർഡ്സ് യൂസ് cobwebs to make their homes. Bee hummingbirds are the smallest birds in the world. And option D, bee hummingbirds do not grow larger than bees. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ പറയാൻ പറ്റുമോ? ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ബി ഹമ്മിംഗ് ബേർഡുമായിട്ട് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? ഒരു സംശയം വേണ്ട, ഇതാന്ന് നോക്കിയ ഓപ്ഷൻ ഡി തന്നെയാണ്. ബി ഹമ്മിംഗ് ബേർഡ്സ് ഡു നോട്ട് ഗ്രോ ലാർജർ ദാൻ പീസ് എന്ന് അവിടെ പറയുന്നില്ല അല്ലെ. ഇത് ശരിയാണ്, ബി ഹമ്മിംഗ് ബേർഡ് എഗ്സ് ആർ സ്മോളർ ദാൻ പീസ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുട്ട ഇതിനേക്കാൾ ചെറുതാണ്. പക്ഷെ ബി ഹമ്മിംഗ് ബേർഡ്സ് ഡു നോട്ട് ഗ്രോ ലാർജർ ദാൻ പീസ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അത് ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുണീക് ഇൻ ദി ഫ്ലൈറ്റ് ഓഫ് ഹമ്മിംഗ് ബേർഡ്സ്? വാട്ട് ഈസ് യുണീക് ഇൻ ദി ഫ്ലൈറ്റ് ഓഫ് ഹമ്മിംഗ് ബേർഡ്സ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ദേ ക്യാൻ ഫ്ലൈ ഫാസ്റ്റർ ദാൻ എനി അതർ bird. Okay, next, they can fly longer than any other bird. Option C, they can fly forward and backward. And option D, they can only fly for a few seconds at a time. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് യുണീക്ക് ഇൻ ദ ഫ്ലൈറ്റ് ഓഫ് ഹമ്മിംഗ് ബേർഡ്സ് എന്നാണ്. അതിന്റെ പറക്കലുമായി ബന്ധപ്പെട്ട് യുണീക്ക് വ്യത്യസ്തരായിരിക്കുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അത് മറ്റു പക്ഷികളിൽ നിന്നും അതിന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് എന്താണ് വരിക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എന്താണ്? ഇതാ ഓപ്ഷൻ സി തന്നെയാണ്. ദേ ക്യാൻ ഫ്ലൈ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അല്ലെ. അതിന് മാത്രമുള്ള ഒരു കഴിവാണ്, മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പോകാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ബെസ്റ്റ് ഡിഫൈൻസ് ദ വേർഡ് ഓവർ ആസ് യൂസ്ഡ് ഇൻ പാരഗ്രാഫ് 2. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ ഒരു വേർഡ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടു സ്റ്റേ ഇൻ വൺ സ്പോട്ട് ഇൻ ദി എയർ, ടു ക്ലീൻ ആൻ ഏരിയ thoroughly, an animal that has hooves, and option D, to move your wings very fast. അപ്പോൾ ദി ഹവർ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പാരഗ്രാഫ് ബന്ധപ്പെട്ടെന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് വരിക? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇതാ, ടു സ്റ്റേ ഇൻ വൺ സ്പോട്ട് ഇൻ ദി എയർ. അത് സെക്കൻഡ് പാരഗ്രാഫിൽ എന്ന് തോന്നുന്നു അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹവർ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. They move their wings so fast that they can hover. This means they can stay in one spot in the middle. ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കിട്ടിയാനായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, why do flowers need pollen? എന്തിനാണ്
Flowers eat pollen. Pollen attracts hummingbirds. Hummingbirds eat pollen. And option D, flowers pollen to make seeds. Why do flowers need pollen എന്നാണ് ചോദിച്ചത്. എന്തിനാണ് പൂക്കൾക്ക് ഈ പറഞ്ഞ പോളൻ? നിങ്ങൾ പോളൻ ഗ്രെയിൻസിനെ കുറിച്ചൊക്കെ പഠിച്ചാണ്. സോ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ആൻസർ എന്താ വരിക? ഒരു സംശയം വേണ്ട. ഫ്ലവേഴ്സ് പോളൻ ടു മേക്ക് സീഡ്സ്. ഓക്കെ, ആ പോളൻ ആണ് സീഡ് ആയിട്ട് മാറുന്നത്. ക്ലിയർ? അടുത്തത്, to provide the practice of stress, rhythm and intonation, the classroom practices given is. അത് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ അല്ല, അതിൻ്റെ ഇടയിൽ ഒന്ന് വന്നേ ഉള്ളൂ. സൈലന്റ് റീഡിംഗ്, എക്സ്റ്റൻസീവ് റീഡിംഗ്, റീഡിംഗ് അലൗഡ് ആൻഡ് ഇന്റൻസീവ് റീഡിംഗ്. ഓക്കെ, ഇന്റൻസീവ് റീഡിംഗ് എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ സൈക്കോളജിയുടെ മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റൻസ്, മോഡൽ ക്വസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള PDF മെറ്റീരിയൽ ഇറക്കിയ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു PDF ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇതിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റേ ഉള്ള PDF ചെയ്ത പോലെ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 60 ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതായത് 60 ചോദ്യങ്ങൾ വീതമുള്ള 14 സെറ്റുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. 60 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതാ ഇങ്ങനെ വരിക. ഓരോന്നിതാ ഇപ്പൊ സെറ്റ് 1 ആണെങ്കിൽ അതിൽ 1 2 ഇതാ 1 2 3 ആയിട്ട്. മലയാളം മീഡിയത്തിൽ മാത്രമേ ഇപ്പൊ ചോദ്യങ്ങളുള്ളൂ, ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇല്ല. ഓക്കെ, മലയാളം മീഡിയം മാത്രമേ ഉണ്ടാവൂ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ ആൻസർ ഉണ്ടാവും. എല്ലാം പ്രീവിയസ് തന്നെയാണ് കൂടുതലും. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ 60 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, നമ്മുടെ എക്സാമിന് 60 ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ 60 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ 60 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം 60ാമത്തെ ചോദ്യം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, അവിടെ നമ്മൾ ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചധികം ഇപ്പം നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു 4-5 ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠിച്ചതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ആൻസർ ഓൾറെഡി നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അതോടെ കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 60 എണ്ണം നിങ്ങൾ സെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് അടുത്ത സെറ്റിലേക്ക് പോവുക, രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അസസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്കൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി വായിച്ച് അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സെറ്റിലേക്ക് പോകും. അങ്ങനെ 3-4 സെറ്റുകൾ ഇങ്ങനെ പോയി നിങ്ങൾക്ക് ടോട്ടൽ അവിടെ 14 സെറ്റുകൾ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ 60 × 14 എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു 840 അധികം ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കവർ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 800+ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്, പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 60 ക്വസ്റ്റ്യൻസ് × 14 സെറ്റാണ്, മലയാളം മീഡിയത്തിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എക്സാമിലെ സോഷ്യലിലെ ക്വസ്റ്റ്യൻസ് വരെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇത് കാറ്റഗറി 2 മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ്. കാറ്റഗറി 3 ഇതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. മലയാളം മീഡിയത്തിൽ മാത്രമാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കത് നമ്മളെ മറ്റേ നമ്പറിലേക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ അവരെ അതിന്റെ റീപ്ലൈയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ അയച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 14 സെറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം കുറഞ്ഞ നിങ്ങൾ ഇനിയുള്ള ഒരു ദിവസം ഒരു സെറ്റെങ്കിലും നിങ്ങൾ പഠിക്കണം, ഒന്ന് വായിച്ചു നോക്കണം. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും. SCERT ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ 60 ചോദ്യം നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ ദിവസം സെക്കൻഡ് സെറ്റ് 2 നിങ്ങൾ ചെയ്യുക. അതിലും 60 ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ചെയ്തു പോകുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് വരും. പിന്നെ അതിലുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ അടുത്ത സെറ്റിൽ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 1, 2, 3 സെറ്റ് ഒക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ സമയമുണ്ട്. 60 ചോദ്യം കവർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 30 മിനിറ്റ് പോലും ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 14 സെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 5-6 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ സയൻസിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഉറപ്പാണ്. സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പെഡഗോഗിക് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത്. ഓരോ 60 ക്വസ്റ്റ്യൻ വീതം അടങ്ങിയ സെറ്റിലും നിങ്ങൾക്ക് ഒരു 10-20 പെഡഗോഗിക് സെഷൻ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ കോപ്പി ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ എന്താ പറയാൻ പറ്റുക, ഓപ്ഷൻ വരുന്നത് റീഡിംഗ് എലൗഡ് എന്നുള്ളതാണ് കേട്ടോ. റീഡിംഗ് എലൗഡ് എന്നാണ്. റീഡിംഗ് എലൗഡ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, hummingbirds eat by dash. Hummingbirds eat by dash എന്താണ് നോക്കിയേ, drinking nectar through their beaks like straw, chewing up flowers petal with their beaks, using their heads and bill to eat pollen, and option D, lapping up nectar with their tongues. അപ്പോൾ ഇത് hummingbirds eat by dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതുകൊണ്ടാണ്, എങ്ങനെയാണ് അവർ കഴിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. യൂസിങ് their heads and bills to eat pollen എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, how do hummingbirds get their name? എങ്ങനെയാണ് കിട്ടിയത് നോക്കിയേ, they are very light, they sing when they fly, their wings make a humming sound, and option D, their songs sound like humming. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഹമ്മിങ് ബേർഡ് എന്നുള്ള പേര് കിട്ടിയെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻസർ വരുന്നത് ഏതാണ്, യാതൊരു സംശയം വേണ്ട, their wings make a humming sound എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. their wings make a humming sound. Next question, hummingbirds are helpful to flowers. How? എങ്ങനെയാണ് സഹായിക്കുന്നത് പൂക്കളെ?
they drink nectar, they eat pollen, they bring pollen from one flower to the next, and option D, they plant seeds. They plant seeds. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പറയുന്ന ഫ്ലവേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഹമ്മിങ് ബേർഡ്സ് അല്ലേ? എങ്ങനെയാണ്? ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ഒക്കെ എവിടെയും പറയാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയാണ്. എന്താണ്? they bring pollen from one flower to the next എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. they bring pollen from one flower to the next. അടുത്ത ക്വസ്റ്റൻ, according to which does the bee hummingbirds use to make nest? According to which does the bee hummingbird use to make nest എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് കൂട് ഉണ്ടാക്കുന്നത് അല്ലേ? ആൻസർ ഏതാണ്? ബാർക്ക്, കൊണറിക്, പിന്നെ സ്ട്രോസ് ആൻഡ് സ്റ്റിക്സ്. ഇതിൽ ഏതുകൊണ്ടാണ് ചെയ്യുന്നത്? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കൗ വെബ്സ് ആൻഡ് ബാർക്ക് എന്നൊരു വേർഡ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ബാർക്കാണ്. ക്ലിയർ? നെക്സ്റ്റ്, വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് ദി ഹമ്മിംഗ് ബേർഡ്സ്? നോക്കാം. hummingbirds move fast, hummingbirds are loads of energy and eat often, hummingbirds eat pollen, and option D, hummingbirds drink their own weight in nectar every day. അപ്പോൾ ഇതിൽ which best describes the eating habits of the hummingbirds എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? കറക്റ്റ് ആൻസർ വരുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റിയതാണ് hummingbirds are loads of energy and eat often എന്നുള്ള ആൻസർ വരും കേട്ടോ. hummingbirds are loads of energy and eat often. അതാണ് which best describes the eating habits of the hummingbirds എന്നാണ് ചോദിച്ചത്. സോ അത് നിങ്ങൾക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, would you mind dash with us? would you mind dash with us എന്നാണ് ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ പറയുക, ഇത് തൽക്കാലം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് നോക്കണ്ട നമുക്ക്. ഓക്കെ, ആ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. ഓപ്ഷൻ അത് നേരത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിന്റിംഗ് എറർ ആണത്. നെക്സ്റ്റ്, the extent of teacher's subject matter and pedagogical expertise indicates the teacher's dash. കൃത്യമായിട്ട് മനസ്സിലാക്കുക. the extent of teacher's subject matter and pedagogical expertise indicates the teacher's efficiency, morale, competency, പിന്നെ ethics. efficiency, morale, competency and ethics. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുമോ? the extent of teacher's subject matter and pedagogical expertise indicates the teacher's dash. ആൻസർ വരുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്. സോറി, ഓപ്ഷൻ കോമ്പിറ്റൻസി എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ കോമ്പിറ്റൻസി, ദ ടീച്ചേഴ്സ് കോമ്പിറ്റൻസി ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ്. ടു മേക്ക് ഫോറിൻ ലാംഗ്വേജ് ലേണിംഗ് മീനിങ്ഫുൾ ദ ടീച്ചിങ് ഷുഡ് ബി ഡാഷ്. ടു മേക്ക് ഫോറിൻ ലാംഗ്വേജ് ലേണിംഗ് മീനിങ്ഫുൾ ദ ടീച്ചിങ് ഷുഡ് ബി ഓപ്ഷൻസ് കരിക്കുലം ഓറിയന്റഡ്, സ്റ്റുഡന്റ് സെന്റേഡ്, ടീച്ചർ സെന്റേഡ് ആൻഡ് ഓപ്ഷൻ ഡി സിലബസ് ഓറിയന്റഡ്. അപ്പോൾ ഇതിൽ ഏതാ വരിക? ടു മേക്ക് ഫോറിൻ ലാംഗ്വേജ് ലേണിംഗ് മീനിങ്ഫുൾ ദ ടീച്ചർ ഷുഡ് ബി ഓപ്ഷൻ എ ബി സി ഡി. 4 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഏതാണ്? ഒരു സംശയം വേണ്ട, സ്റ്റുഡന്റ് സെന്റേഡ് തന്നെ ആയിരിക്കണം. ഓക്കെ, ദ ടീച്ചിങ് ഷുഡ് ബി സ്റ്റുഡന്റ് സെന്റേഡ് എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ELT റെഫേഴ്സ് ടു. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് നിങ്ങൾ ELT കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ നോക്കിയേ, എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക് തെറാപ്പി, എവറിഡേ ലാംഗ്വേജ് ടീച്ചിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ഓപ്ഷൻ ഡി എക്സ്ട്രാ ലാംഗ്വേജ് ടീച്ചിങ്. അപ്പോൾ ഇവിടെ ELT എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ELT എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നും എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആയിക്കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം ELT കറക്റ്റ് ആണ്, നമ്മൾ ഇംഗ്ലീഷാണ് സബ്ജക്ട്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആയിക്കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്താണ് തോന്നണം? അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ELT എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് തന്നെയാണ് കറക്റ്റ് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് തന്നെയാണ് ELT കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക് തെറാപ്പിയോ അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ്, the lady complained neither of these cameras dash properly. Okay, the lady complained neither of these cameras dash properly. Option നോക്കിയേ, works, work, working and has work. ഏതാ വരിക? ഓപ്ഷൻ എ works, ഓപ്ഷൻ ബി work, ഓപ്ഷൻ സി working and ഓപ്ഷൻ ഡി has work. അപ്പോൾ ഇവിടെ എന്താ വരിക? the lady complained neither of these cameras works properly എന്നാണ് വരിക. ഓക്കെ, works properly എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്ന് 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ കിട്ടാവുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാൽ ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ 25+ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, എക്സാം വരെയും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, മടുപ്പ് വരാൻ പാടില്ല. ഇനി ആരും അങ്ങനെ ഉണ്ട് എന്ത് ചെയ്യുക? ഇതുവരെ പഠിച്ചൊക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. പിന്നെ നമ്മുടെ PDF മെറ്റീരിയലൊക്കെ ഇനി ചെറിയ സമയങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PDF മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യാം. അത് പെയ്ഡ് മെറ്റീരിയലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത സ്ക്രീനിൽ കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.